ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പാസ്തയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വെൽക്കം ടു മൈ ചാനൽ. ഞാനിവിടെ 250 ഗ്രാം പാസ്തയാണ് എടുത്തിട്ടുള്ളത്. പാസ്തക്ക് പകരം നമുക്ക് മക്രോണി എടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കുക. അങ്ങനെ നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ഓയിലും ഒഴിച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് ആ പാസ്ത ഇട്ട് കൊടുക്കാം. പാസ്ത ഞാനൊന്ന് കഴുകിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അത് അടിയിൽ പിടിക്കും. വേവുന്നത് വരെ ഇടയ്ക്കിടയ്ക്ക് പാസ്ത ഇളക്കി കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അത് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ പാസ്ത ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വെള്ളത്തിൽ നിന്നൊന്ന് മാറ്റാട്ടോ, ഒന്ന് ഊറ്റിയെടുക്കാം. ഇനി ഒരു കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ഒരു കപ്പോളം ചെറുതായിട്ട് അരിഞ്ഞ സവാളയും ഒരു ടീസ്പൂണ് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്കായി വരുമ്പോൾ നമുക്കതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് വേവാനായിട്ട് നമ്മളൊന്ന് മൂടി വെക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ ക്യാരറ്റും ഉള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം അധികം വേവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് കുക്കായാൽ മതി. ആ ക്യാപ്സിക്കത്തിൻ്റെ ഒരു കടി ഉണ്ടാകുമ്പോൾ വേറൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി ഓപ്ഷണലാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ആ കളർ കിട്ടാനും വേണ്ടിയാണ്, അതിൻ്റെ ഉള്ളിൽ കുരുവൊക്കെ കളഞ്ഞിട്ട് ആ ചുവപ്പ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പാസ്ത ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഇത് നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു പീസ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ആവണം കേട്ടോ. പിന്നെ ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമാണ് വേണ്ടത്. അങ്ങനെ നമ്മുടെ ബട്ടർ നല്ലതുപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ലോ ഫ്ലെയിമാണ് വേണ്ടത്, അല്ലെങ്കിൽ പെട്ടെന്ന് അതിന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. മൈദ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നല്ലതുപോലെ വേവണം കേട്ടോ. മൈദ ബട്ടറിൽ ആയിട്ട് നല്ലതുപോലെ വേവണം. അങ്ങനെ മൈദ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 3/4 ഗ്ലാസ്സോളം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പാല് ചേർത്തതിന് ശേഷം നല്ലതുപോലെ നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചില്ലി ഫ്ലെക്സ് ആണ്. ഓപ്ഷണലാണ്. ചില്ലി ഫ്ലെക്സ് ഉണ്ടാകുമ്പോൾ കാണാൻ വേറൊരു ഭംഗിയായിരിക്കും കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ ഇതാ നമ്മുടെ വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടോ. പാലൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വൈറ്റ് സോസ് റെഡിയായി. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പാസ്ത നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അത് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. പാസ്തക്ക് പകരം നമുക്ക് മക്രോണിയോ എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മുടെ മസാലയൊക്കെ ഉണ്ടാക്കി സ്പൈസി ആയിട്ട് ഉണ്ടാക്കുന്ന പാസ്തയേക്കാളും ഒന്നുകൂടി ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.